അതെ, ഞാനിന്ന് ഒറ്റക്കാണ്. എന്റെ കൂടെ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന എന്റെ പ്രിയപ്പെട്ട കസിൻ നൈസായിട്ട് നൈസായിട്ടൊന്നല്ല, പുള്ളിക്ക് കുറച്ച് പണിത്തിരക്കൊക്കെ ഉണ്ടായിരുന്നല്ല ഉണ്ട്. അപ്പൊ അത് കാരണം പുള്ളിയില്ല. അപ്പൊ ഞാൻ ഇന്ന് ഒറ്റക്കാണ്. പിന്നെ നമ്മള് UFC 311 കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരാഴ്ചയായി. എന്നിട്ട് നമ്മൾ അതിനെ കുറിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറയാന്ന് വിചാരിച്ചു. അപ്പൊ ഒറ്റയ്ക്കാണെങ്കിലും മൊത്തം കണ്ടേക്ക്. എന്നിട്ട് കണ്ടവരൊക്കെ നൈസായിട്ട് നമ്മൾ മറ്റേ സബ്സ്ക്രൈബേഴ്സിന്റെ ഒരു സ്റ്റാറ്റ് എടുത്ത്, സാധാരണ ആൾക്കാരൊക്കെ എടുക്കുമല്ലോ, കുറച്ച് എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഉണ്ട്, എത്ര പേര് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കട്ടൊക്കെ 50, 49 ആ ഒരു രീതിയിലൊക്കെ നിൽക്കണേ. അപ്പൊ ജസ്റ്റ് ഒന്ന് എല്ലാവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങോട്ട് കണ്ടേക്ക്. ഇപ്പൊ അങ്ങോട്ട് കണ്ടേക്ക്. അപ്പൊ UFC 311 UFC 311 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ റോളർ കോസ്റ്റർ പോലത്തെ ഒരു ഇമോഷൻസ് ആയിരുന്നു ആ വീക്ക് മൊത്തം. എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫൈറ്റ് മെയിൻ ഇവന്റ് അനൗൺസ് ചെയ്തപ്പോ തൊട്ട് എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ അർമാനും ഇസ്ലാമും തമ്മിലുള്ള ഫൈറ്റ് കാണുക. പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ഫൈറ്റ് അത്ര അടിപൊളിയായത് കാരണം എല്ലാവരും ആ ഒരു റീമാച്ചിന് വെയിറ്റ് ചെയ്ത് ഇരിക്കണേ. എന്നിട്ട് മറ്റേ എന്താണ് പ്രസ് കോൺഫറൻസ് കഴിഞ്ഞു. ഓക്കെ, മറ്റേ ഫസ്റ്റത്തെ പ്രസ് കോൺഫറൻസിന്റെ അത്രയും മറ്റേ മെറാബും തമ്മിൽ അത്ര വലിയ സീൻ ഉണ്ടായിരുന്നില്ലെങ്കിലും കുറച്ച് സീനുകൾ, കുറച്ച് പൊട്ടലും ചീറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ പ്രസ് കോൺഫറൻസ് കഴിഞ്ഞ് പിറ്റേ ദിവസം എല്ലാവരുടെയും മൂഡ് കളയാൻ വേണ്ടി അർമാനം കണ്ട് നമ്മുടെ UFC-യുടെ ബാറ്റ്മാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അർമാൻ അങ്ങനെ പുൾ ഔട്ട് ചെയ്തു. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാനന്നൊരു സിനിമയ്ക്ക് പോയിരിക്കുന്നു. അപ്പൊ വെള്ളിയാഴ്ച രാത്രി 10 ടൈം ആയപ്പോഴേക്കാണ് യൂട്യൂബിൽ ഈ വെയിൽ ഷോ ലൈവ് തുടങ്ങിയത്. അപ്പൊ ഞാൻ ജസ്റ്റ് തുടങ്ങിയപ്പോ നോക്കി, അപ്പൊ തുടങ്ങാൻ പോണേ ഉള്ളു. ഓക്കെ ശരി, അപ്പൊ ഞാൻ നേരെ സിനിമയ്ക്ക് കയറി ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നേരെ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോ ഫൈറ്റേഴ്സ് ലെഫ്റ്റ് വെയിനില് ഫസ്റ്റ് അർമാന്റെ പേര്, എന്നിട്ട് 1 മണിക്കൂർ ബാക്കിയുണ്ടാവും. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണാവോ, സാധാരണ ഈ മെയിൻ ഇവന്റും കോമെയിൻ ഇവന്റിന്റെ ഫൈറ്റേഴ്സ് ഒക്കെ ആദ്യമേ തന്നെ വെയിൻ ചെയ്യുമല്ല, ഇത് ഇവൻ വെയിൻ ചെയ്യില്ല. പിന്നെ 1 മണിക്കൂർ ഉണ്ടല്ലോ, വെയിൻ ചെയ്തോളും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. എന്നിട്ട് സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ ഞാൻ നോക്കുമ്പോ നമ്മുടെ മൊയ്ക്കാനോന്റെ പടം, മൊയ്ക്കാനും ഇസ്ലാമും കൂടി ഒരുമിച്ചിരിക്കണ്. അപ്പൊ തന്നെ ദൈവമേ, എല്ലാ മൂടും കൊളവ്. അത് കഴിഞ്ഞ് നമ്മള് ഗ്രൂപ്പിലൊക്കെ നോക്കുമ്പോ ചറവറ ആൾക്കാരെല്ലാവരും എല്ലാവരും നിരാശ, എല്ലാവരും നോക്കിയിരുന്ന വേണ്ടി അങ്ങനെ ആയിപ്പോയി എന്നുള്ള രീതിയിൽ. എന്നാലും പക്ഷെ ഇസ്ലാമിന്റെ ഫൈറ്റ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ 1 or 2 ഉണ്ടാവുന്ന ടൈപ്പ് ഫൈറ്റ് ആണ്. അപ്പൊ എന്തായാലും ഇസ്ലാമിന്റെ ഫൈറ്റ് എല്ലാവരും കാണും, ഉറപ്പാണ്. എന്നിട്ട് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ മൊയ്ക്കാനോന്റെ പണിയും തീർത്ത് ആ ഡാർസ് ചോക്ക് കഴിഞ്ഞ കൊല്ലം ഈ സെയിം ചോക്കിന് ഇസ്ലാമിന് സബ്മിഷൻ ഓഫ് ദി ഇയർ കിട്ടിയതാണ് 2024. ആ സെയിം തന്നെ ഡാർസ് ചോക്ക് പിന്നെയും കൊടുത്ത്. അതും ഇസ്ലാമിനാണെങ്കിൽ ഇപ്പൊ ഒരു പുതിയൊരു ശീലം തുടങ്ങിയിട്ടുണ്ട്. ബ്ലാക്ക് ബെൽറ്റ്, ജിറ്റ്സു ബ്ലാക്ക് ബെൽറ്റ് ഉള്ളവരെ തേടി പിടിച്ച് ചെക്ക് ചെയ്യലാണ് നിനക്ക് ബ്ലാക്ക് ബെൽറ്റ് ഉണ്ടാകുന്ന രീതിയിൽ. ചിലവരിപ്പം ബ്ലാക്ക് ബെൽറ്റ് ഹണ്ടർ എന്ന് പറയുന്നുണ്ട്, ചിലവര് ബ്ലാക്ക് ബെൽറ്റ് ചെക്കർ എന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇസ്ലാമിന്റെ ഗ്രാപ്ലിങ്ങും ഗ്രൗണ്ട് ഗെയിമൊക്കെ വേറെ ലെവലാണ് നമ്മൾ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പൊ എന്താണ് ഡസ്റ്റിൻ ബൊറിയർ ബ്ലാക്ക് ബെൽറ്റ്, ഡസ്റ്റിൻ ബൊറിയറിനെ ചോക്ക് ചെയ്ത്. അത് കഴിഞ്ഞ് ഇപ്പൊ മൊയ്ക്കാനോ ജിറ്റ്സു ബ്ലാക്ക് ബെൽറ്റ് ആണ്, മൊയ്ക്കാനോ ചോക്ക് ചെയ്ത്. പിന്നെ നമ്മുടെ UFC-യിലെ ഏറ്റവും വലിയ സബ്മിഷൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ചാൾസ് ഒലിവേറ, പുള്ളീനെയും ചോക്ക് ചെയ്ത്. പിന്നെ ആരെയാണ്, തിയാഗോ മൊയ്സസ് ഉണ്ട്. തിയാഗോ മൊയ്സസും ബ്ലാക്ക് ബെൽറ്റ് ആയിരുന്നു, തിയാഗോ മൊയ്സസിനെയും ചോക്ക് ചെയ്തു. അപ്പൊ പുള്ളി ഒരു ശീലമാക്കി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഈ ബ്ലാക്ക് ബെൽറ്റ് ഹണ്ട് എന്ന് പറഞ്ഞ സാധനം. പക്ഷെ ഇപ്പൊ നമ്മളിപ്പോ മൊയ്ക്കാനോന്റെ കാര്യം പറയുമ്പോഴാണെങ്കിലും മൊയ്ക്കാനോ ഓൾമോസ്റ്റ് $1 million ഡാന കൊടുത്തെന്ന് പറയുന്നത്. അപ്പൊ ഈസി മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതും ഈസി മണിയല്ലേ. ഒരു ഡേ നോട്ടീസിൽ ഫൈറ്റ് എടുത്ത് ചെറുതായിട്ടൊരു 1 മില്യൺ അങ്ങനെ ഉണ്ടാക്കി. തോറ്റാലും എന്താണ്, ഈസി മണി തന്നെയാണ്. അവിടെ ഇപ്പൊ മൊയ്ക്കാനോട് ഇനിയിപ്പോ അടുത്ത പാഡി പിംബ്ലറ്റൊക്കെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. കുറച്ചാളായി പാഡി പിംബ്ലറ്റ് വിളിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ മിക്കവാറും ഇനി മൊയ്ക്കാനും പാഡിയും തമ്മിൽ ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നൈസായിരിക്കും. രണ്ടുപേരും ഗ്രൗണ്ട് ഗെയിം ഒക്കെ നൈസാണ്. അപ്പൊ മിക്കവാറും ഒന്നില്ലെങ്കിൽ ഒരു ഗ്രാപ്ലിങ്ങിലോട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോ ഇതുപോലെ തന്നെ ഗ്രാപ്ലിംഗ്. പക്ഷെ ഇവര് റെസ്ലിംഗ് അത്ര, രണ്ടുപേരും അത്ര നല്ല റെസ്ലിംഗ് ഇല്ല. പാഡിക്ക് കുറച്ചും കൂടി ജൂഡും ഉണ്ടെന്ന് തോന്നുന്നു. ഗ്രൗണ്ടിൽ നൈസായിരിക്കും ആ ഫൈറ്റ്. പിന്നെ ഇപ്പൊ ഇസ്ലാമിന്റെ ഫൈറ്റ് ആണെങ്കിൽ ഇസ്ലാമിന് ശരിക്കും സമ്മതിച്ചു കൊടുക്കണല്ലേ. ആലോചിച്ച് നോക്കി, എന്താണ് പണ്ടേ നോട്ടീസിൽ ഫൈറ്റ് എടുത്ത്. അതും ശരിക്കും പറഞ്ഞാൽ ഡൂഡിനെ ആ ഫൈറ്റ് എടുക്കേണ്ട കാര്യം എന്താ എനിക്കറിയാൻ പാടില്ല. പൗണ്ട് ഫോർ പൗണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി തെളിയിച്ചുകൊണ്ടിരിക്കണേ. അങ്ങനെ പറയണേ 155 പൗണ്ട് ആർക്ക് വയ്ക്കാൻ പറ്റുമോ, കൊണ്ടുപോവാ. ആ ഒരു മൂഡ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും നമ്മളെ സമ്മതിച്ചു കൊടുക്കണം. കാരണം ആരാണ് ഏതാണെന്ന് അറിയാണ്ട്. പിന്നെ ഇപ്പൊ അർമാന്റെ ലെവലൊന്നും വയ്ക്കാനോ ഉണ്ടാവും നമുക്ക് ഒട്ടും തോന്നില്ല. പക്ഷെ എന്നാലും സർപ്രൈസ് എലമെന്റ് എന്തെങ്കിലും കൊണ്ടുവരാൻ. ഇപ്പൊ പറയാനുണ്ട് മൊയ്ക്കാനോ ഫൈറ്റ് വന്നിട്ട് ഒരു ഫൈറ്റ് 1-2 ഫൈറ്റ് എന്തോ കണ്ടെന്നാ പറയണം. അത്രയൊക്കെ മതി ഇവർക്ക്. പിന്നെ ഇവർക്ക് തന്നെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം ഒന്നും അത്ര ഹൈ ലെവലാണ്. അപ്പൊ പിന്നെ ആരാണെങ്കിലും വാ എന്നുള്ളൊരു മൂഡ് പറയണതിൽ തെറ്റില്ല. എനിക്ക് ഇസ്ലാമിന് ഇപ്പൊ ഈ ടൊപ്പൂരിയെ വിളിച്ചിട്ടുണ്ട്. ടൊപ്പൂരിയ എന്താ പറയണത് എന്നറിയോ? നിന്നെ വേണമെങ്കിൽ ഞാൻ ചിലപ്പോ നോക്കൗട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ നിന്നെ സബ്മിറ്റ് ചെയ്യാന്നുള്ള സീനാ പറയാം. സബ്മിഷനൊക്കെ നടക്കുമെന്ന് ഡൗട്ടാണ്, പക്ഷെ നോക്കൗട്ടിനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ടൊപ്പൂരിയ അത്യാവശ്യം നല്ല ബോക്സിംഗ് ഉണ്ട്, നല്ല സ്പീഡ് ഉണ്ട്. പക്ഷെ ടൊപ്പൂരിയുടെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊപ്പൂരിക്ക് കിക്കൊക്കെ പണി കിട്ടാറുണ്ട്. ടൊപ്പൂരിനെ ഇതേപോലെ 2-3 പ്രാവശ്യമൊക്കെ കിക്ക് കൊണ്ടിട്ട് കിക്കിന് കുറച്ച് റോക്ക്ഡ് ആയിട്ടുണ്ട് ടൊപ്പൂരിയ. ഇപ്പൊ പിന്നെ ഇസ്ലാമിന്റെ കിക്കാണെങ്കിൽ വെറുതെ സീൻ കിക്കാണ്. അപ്പൊ ഹെഡ് കിക്സ് ഒക്കെ രക്ഷയില്ലാത്ത. അപ്പൊ ആ ഒരു ഫൈറ്റ് ആണെങ്കിലും നൈസ് ഫൈറ്റ് ആയിരിക്കും. പക്ഷെ അതും ഈ കബീബിന്റെ ഇവര് പറയണ ഒരു സംഭവം ഉണ്ടെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ 2 പ്രാവശ്യം ഫെദർ വെയിറ്റ് വോൾക്കിന് ചാൻസ് കിട്ടിയതാണ്. അപ്പൊ പിന്നെയും ഫെദർ വെയിറ്റിലുള്ളവരായിട്ട് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിനാണെങ്കിലും ഒരു ഇതുണ്ടാവില്ലേ, ഡബിൾ ചാമ്പ് ആവണം എന്നുള്ളൊരു ഇത്. ഇസ്ലാമാണെങ്കിൽ പ്രസ് കോൺഫറൻസിൽ പറയുകയും ചെയ്തു, എന്താണ് ഞാൻ ഈ സ്പോർട്ടിൽ നിന്ന് 2 ബെൽറ്റ് കിട്ടാണ്ട് ഞാൻ പോകൂല എന്നുള്ളൊരു സാധനം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് വെൽറ്റർ വെയിറ്റിലോട്ട് പോകുന്ന നമുക്ക് ഏതാണ്ടൊക്കെ ഉറപ്പായിട്ടുണ്ട്. പിന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, DDP ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന പറയണത്. 185 DDPനെ തോപ്പിക്കാൻ പറ്റും. അപ്പോഴേക്കാണെങ്കിൽ അലി അബ്ദുൽ അസീസ് അപ്പൊ ഡൂഡ് പറഞ്ഞ് എന്താണ് നമ്മുടെ 205 അലക്സ് പെരേരനെ വരെ തോപ്പിക്കാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ഇസ്ലാം പറഞ്ഞേ അത്രയും വേണം ആ ഒരു സാധനം പിടിച്ച് ഇസ്ലാം. അപ്പൊ അത് കാരണം വെൽറ്റർ വെയിലോട്ട് എങ്ങനെയും പോണം. എന്നാലേ പുള്ളിക്കും ആഗ്രഹമുണ്ട് ഇവരൊക്കെ വെൽറ്റർ വെയിറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല കിടിലും ഫൈറ്റും കാണാൻ പറ്റും. അപ്പൊ അതൊരു മെയിൻ ഇവന്റ് ആയതുകൊണ്ട് നൈസ് മെയിൻ ഇവന്റ് ആയിരുന്നു. പിന്നെ കോമെയിൻ ആണെങ്കിലോ, കോമെയിൻ വെറുതെ തീ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടു തീ ഫൈറ്റ് എന്ത് സീനായിരുന്നു. മെറാബിനാണെങ്കിൽ കുറെ പേര് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത്. അത് അണ്ടർ എസ്റ്റിമേറ്റ് എന്നുണ്ടെങ്കിൽ ഓട്സ് തന്നെ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവൂല. അത്രയും അത്യാവശ്യം നൈസായിട്ട് വിൻ സ്ട്രീക്ക് ഉള്ള ചാമ്പ്യനാണ്. ഉമാറിനെ കുറിച്ച് പറയണല്ലോ, പക്ഷെ ഉമാർ അൺഡിഫീറ്റഡ് ആണ്, കബീബിന്റെ കസീനാണ്, ഡാഗിസ്ഥാനിയാണ്. അതൊക്കെ പറയുമ്പോഴും അവിടെ മെറാബ് എന്താണ് ജോർജിയന്റെ കാർഡിയോ കാണിച്ച് മെറാബ്. കാർഡിയോ 1 ഓഫ് ദ ബെസ്റ്റ് ബാൻഡം വെയിറ്റ് ഫൈറ്റ്സ്, അതും 5 റൗണ്ട്
എന്താണ് കാണിച്ചിട്ട് അത് ഓരോ റൗണ്ട് കഴിയും തോറും മെറാബിന്റെ കാർഡിയോ ആണെങ്കിൽ കൂടി വരും. എന്താണ് ഈ സംഭവം? പുള്ളിക്ക് എവിടെ നിന്നാണ് ഇത് ഇത്രയും കാർഡിയോ? എനിക്കറിയാൻ പാടില്ല. പിന്നെ ഇപ്പൊ കൊറേ എന്നല്ല, ഫൈറ്റ് കഴിഞ്ഞപ്പോ തന്നെ ഉമാറ് പറഞ്ഞ സീനുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് ഇവിടെ പാമ്പിന്റെ ഇവിടെ പൊട്ടിന്നുള്ള ഒടിഞ്ഞെന്നുള്ള സീൻ പറഞ്ഞേ. അതും അതിപ്പോ കൊറേ പേര് എക്സ്ക്യൂസ് എന്നുള്ള രീതിയിൽ പറയാനുണ്ട്. പിന്നെ മെറാബാണെങ്കിൽ പറയുന്ന കാര്യമുണ്ട്, എന്റെ നടു വെട്ടിയിരിക്കണത്, എന്റെ കാല് ഷിന്നു പോയിരിക്കണത്, 10-30 സ്റ്റിച്ച് ഉണ്ടായിരുന്നത് ഷിന്നില്. അപ്പൊ എല്ലാവർക്കും ഇഞ്ചുറി ഒക്കെ ആയിട്ടാണ് ഫൈറ്റേഴ്സ് ഒക്കെ വരാറ്. പക്ഷെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫൈറ്റിന് മുൻപ് ഇഞ്ചുറി വന്നതും ഫൈറ്റിന്റെ ടൈമിൽ ഇഞ്ചുറി വന്നതും കുറച്ച് വ്യത്യാസമുണ്ട്. മറ്റേത് ഫൈറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചെറിയൊരു ഇതുണ്ടാവാം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ TJ ഡിലിഷൊക്കെ ആൽജമീനായിട്ട് വന്ന സംഭവം, മറ്റേ ഷോൾഡർ ഇഞ്ചുറി ആയിട്ട് വന്നിട്ട് ഫൈറ്റിന്റെ ഇടയിൽ ഡിസ്ലൊക്കേറ്റ് ആയിക്കൊണ്ടിരുന്നത്, അതേപോലത്തെ സീനൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇതും കുറെ പേര് എക്സ്ക്യൂസ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഈവൻ നമ്മുടെ ഇവരുടെയൊക്കെ പണ്ടത്തെ കോച്ച് ജാവിയർ മെനസ് ഇപ്പൊ ഇപ്പോഴും കോച്ച്, ഇപ്പൊ പുള്ളി ഒരു മെന്റർ എന്നുള്ള റോളിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞ സംഭവമുണ്ട്, ഫസ്റ്റ് റൗണ്ട് തന്നെ ഉമാറ് പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് ഗെയിം പ്ലാൻ അതനുസരിച്ച് സ്വിച്ച് ചെയ്യാമായിരുന്നു. പക്ഷെ അതിപ്പോ സ്വിച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെയാണെങ്കിൽ അപ്പൊ എന്താ, കൈ ഉപയോഗിക്കാണ്ട് കിക്ക് മാത്രം കഴിയോ? അല്ലെങ്കിൽ കിക്ക് നല്ലോണം ഒരു സെറ്റ് ചെയ്തിട്ട് ഒരു ഫിനിഷ് ചെയ്യാനുള്ള രീതിയിൽ കിക്ക് അറിയണം. അങ്ങനത്തെ രീതിയിൽ കിക്ക് പ്ലാൻ ചെയ്യണം. പക്ഷെ അപ്പോഴാണെങ്കിലും ഞാൻ ആലോചിച്ചെന്ന് പറഞ്ഞാൽ, ഇപ്പൊ കിക്ക് കൂടുതൽ സ്പാം ചെയ്യണമെങ്കിൽ ടേക്ക് ഡൗൺ ആവുമ്പോൾ പിന്നെയും കൂടുതൽ ചാൻസ്, ഓഫ് ബാലൻസ് ആയി പോവാം. അപ്പൊ പിന്നെയും ടേക്ക് ഡൗൺ ചാൻസ് കൂടുതലാണ്. അപ്പൊ ആ എക്സ്ക്യൂസും കുറെ വാലിഡ് ആണ്. കുറച്ച് ഈ പറഞ്ഞ കൈയൊടിഞ്ഞ എക്സ്ക്യൂസും വാലിഡ് ആണ്, തള്ളിക്കളയണല്ല. പക്ഷെ എന്നാലും എല്ലാവർക്കും ഇഞ്ചുറി ഉണ്ട്. പിന്നെ ഉമാറിനാണെങ്കിലും ഉമാർ ഫസ്റ്റ് റൗണ്ട് വെറുതെ തീയായിരുന്നു. എന്റെ അമ്മു, എല്ലാ ആംഗിളിൽ നിന്നും അവിടെ നിന്ന് കിക്ക്, ഇവിടെ നിന്ന് കൈ എറിയാണ്. മെറാബിനാണെങ്കിൽ ഒരു സീക്വൻസിൽ മെറാബിനെ റോക്കും ചെയ്യുന്നുണ്ട് ഉമാറ്. അപ്പം ഉമാറ് വെറുതെ അടിപൊളിയായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉമാറ് വൈകാണ്ട് തന്നെ ടൈറ്റിൽ പിക്ചറിലിട്ട് ഇനിയും വരും. ഇനിയിപ്പോ ചിലപ്പോ 1-2 ഫൈറ്റ് താഴെയുള്ള ടോപ്പ് 5 ആയിട്ട് ഫൈറ്റ് ചെയ്യായിരിക്കും. ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ സാങ്ഹക്കിന് ഇപ്പൊ പുത്തുമ്പിച്ചല്ലേ, ഇപ്പൊ വല്ല ഞാനോ ഫിഗിയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ടൈറ്റിൽ പിക്ചറിൽ വരും. ചിലപ്പോ ഇനിയിപ്പോ അടുത്ത പ്രാവശ്യമായിട്ട് മെറാബായിട്ട് വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലാവും 5 റൗണ്ട് ഒന്നും പിടിച്ചിരിക്കാൻ പറ്റുമായിരിക്കില്ല. അല്ലെങ്കിൽ പിന്നെ കാർഡിയോ അത്രയും പോലെ സെറ്റ് ചെയ്തിട്ട് തന്നെ. പക്ഷെ മെറാബിന്റെ കാർഡിയോനെ എനിക്കറിയാൻ പാടില്ല, ആരായിരിക്കും മെറാബിന്റെ കാർഡിയോനിട്ട് പണിയാൻ വേണം. കാരണം തോന്നണില്ല, അമ്മാതിരി പെർഫോമൻസ് ആണ് മെറാബിന്റെ അടുത്ത്. ഇനിയിപ്പോ ഉമാറിന് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു, ചിലപ്പോ ഫസ്റ്റ് 1-2 റൗണ്ടിൽ തന്നെ ഫിനിഷ് ചെയ്യേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കിക്ക് കൊടുക്കുക. കാരണം കുറെ സമയത്തൊക്കെ മെറാബിന്റെ തല കുറച്ചൊക്കെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന പോലെയൊക്കെ തോന്നും. അതും പിന്നെ അവസാനമായപ്പോഴേക്കും ഉമാർ അധികം കിക്ക് എറിയാത്ത പോലെയും തോന്നി. അപ്പൊ ഫസ്റ്റ് 2 റൗണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ റീമാച്ചിൽ വെറുതെ പൊളിക്കും. ഇതിപ്പോ അത്യാവശ്യം നല്ല ക്ലോസ് ആയിരുന്നു ഫൈറ്റ്. കാരണം എന്താണ്, 48-47 രണ്ടുപേര് 48-47 കൊടുത്തത്. ഒരാള് 49-46 കൊടുത്തു മെറാബി. അപ്പൊ അത്യാവശ്യം നല്ല ക്ലോസ് ആയിരുന്നു ഫൈറ്റ്. അതും ടെക്നിക്കലും ക്ലീനർ ആയിട്ടുള്ള ഫൈറ്റർ നമ്മുടെ ഉമാർ തന്നെയാണ്. പക്ഷെ ഒരു അഗ്ലി ഫൈറ്റ് കൊടുത്ത്, ഇങ്ങനെ ക്ലീൻ ഫൈറ്റേഴ്സിനെ ഇങ്ങനെ ഒരു അഗ്ലി ഫൈറ്റ് ചെയ്തിട്ടേക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അതിലൊരു നല്ലൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്ത് കൊടുത്തു മെറാബ്. മറ്റവൻ എന്താണ്, മറ്റേ ക്വസ്റ്റ്യൻ മാർക്കിക്കും ഹൈ കിക്കും ജാബും അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാ സ്ഥലത്തുനിന്നും അങ്ങാടി ഇങ്ങനെ എറിയുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ളവരായിട്ട് പക്ക ടെക്നിക്കലായിട്ടൊന്നും പിന്നെ മെറാബുട്ട് അത്ര ക്ലീൻ ഫൈറ്റർ അല്ല. അപ്പൊ ഒരു ട്രൂ ഹാർട്ട് ഡിസ്പ്ലേ ചെയ്തു മെറാബ്. അതും 4th റൗണ്ടിലാണെങ്കിൽ ഒരു സീനുണ്ട്, നമ്മളെ കേജിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് മെറാബ് ഉമാറിനെ ടേക്ക് ഡൗൺ ചെയ്യും. അപ്പൊ കറക്റ്റ് ആയിട്ട്
90 ടേക്ക് ഡൗൺ ആവും. കറക്റ്റ് ഹബീബിന്റെ മുമ്പിലിട്ടാണ് ആ ടേക്ക് ഡൗൺ ചെയ്യണം. ആ ഒരു മൊമെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കറക്റ്റ് ആയിട്ട് ഹബീബിന്റെ മുമ്പിൽ വെച്ച് തന്നെ എന്തായാലും ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് ഫിഫ്ത് റൗണ്ടില് ആ ടൈ ചെയ്ത റെക്കോർഡ് 91 ടേക്ക് ഡൗൺ എടുത്ത് ഈ സൈഡ് തോപ്പിക്കുന്നത്. പിന്നെ മെറാബാണെങ്കിൽ വെറുതെ ഫുൾ ടൈം ഷോ ബോട്ടിങ്, ഫുൾ ടൈം അല്ല, നമ്മൾ ജയിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ഷോ ബോട്ടിങ് അങ്ങോട്ട് തുടങ്ങി, അങ്ങനെ എംബ്രേസ് ചെയ്ത് അങ്ങോട്ട് മൊത്തം ഷോ ബോട്ടിങ്. ഇങ്ങനെ ഒരു കിക്കൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൊണ്ടില്ലെങ്കിൽ അവിടെ നോക്കല് ഇവിടെ നോക്കല് എന്തൊക്കെയാണ് കാണിച്ചോണ്ടിരുന്നത്. പിന്നെ തിരിഞ്ഞു നടന്നു പോവല് വെറുതെ പൊളിച്ച് ശരിക്കും പറഞ്ഞ. പിന്നെ പിന്നെ വേറെ നമ്മളെ മല്ലന്മാരുടെ വേറൊരു ഇടി ഉണ്ടായിരുന്നു, ഈജിയുടെ യമഹാൽ ഹിന്ദിന്റെ. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ യമഹാൽ ജയിക്കുന്ന വിചാരിച്ചു. കാരണം നമ്മൾ ഇത്രയും നാൾ കാണാത്തൊരു ഇരിയായിരുന്നു അത്. ഇരി ഫൈറ്റ് കഴിഞ്ഞിട്ട് പറയുകയും ചെയ്ത് പുള്ളിക്ക് ഇങ്ങനെ എല്ലാവരും സോഷ്യൽ മീഡിയയിലും അവിടെയും ഇവിടെയും എല്ലാവരും പറയുമായിരുന്നു, ഒന്ന് കൈയൊന്ന് കുറച്ച് പൊക്കിപ്പിടി. അപ്പൊ ഡൂഡൻ പറഞ്ഞു, ഈ ഫൈറ്റ് ക്യാമ്പിൽ ഞങ്ങള് കൈ പൊക്കി പിടിക്കണ പരിപാടി നല്ലോണം സെറ്റ് ചെയ്തത്. കാരണം അത് നമുക്ക് ഫൈറ്റിൽ കുറച്ച് കാണാനുണ്ടായിരുന്നു. കാരണം യൂഷ്വൽ ആയിട്ടുള്ള കൈ താഴ്ത്തിയിട്ടുള്ള സ്ലിപ്പും ഒന്നും ആയിരുന്നില്ല. ഇതിപ്പം മറ്റേ മെട്രിക്സ് ലെവലിൽ ഒരു സ്ലോ മോഷൻ വീഡിയോ ഉണ്ടായിരുന്നു. എന്റെ അമ്മോ, കറക്റ്റ് ആയിട്ട് സ്ലിപ്പ് ചെയ്തിട്ട് പുള്ളി കൗണ്ടർ ചെയ്യണത്. എന്റെ അമ്മോ പൊളിച്ച ആ സാധനം. അതാണെങ്കിൽ ഫൈറ്റ് നല്ല കിടിലൻ ഫൈറ്റ്, ബാക്ക് ആൻഡ് ഫോർത്ത് ആയിരുന്നു. ഫസ്റ്റ് റൗണ്ട് ഇരി ജയിച്ച്, സെക്കൻഡ് റൗണ്ട് യമാൽ ജയിച്ച്, തേർഡ് റൗണ്ട് എന്റെ അമ്മോ ഇരി വെറുതെ സീനാക്കി കളഞ്ഞു. ഇരി ആ ഒരു ഡേഞ്ചർ നിങ്ങൾ സ്മെല്ല് ചെയ്തപ്പോ തന്നെ അവിടെ തീർത്ത് കളഞ്ഞു. യമഹാലിന് ഒരു ചാൻസ് കൊടുക്കാണ്ട് ഞാൻ റഷ് ചെയ്ത് ആ പഞ്ചസൊക്കെ രക്ഷയിലായിരുന്നു. നല്ല സ്ലിപ്പിങ് ആയിരുന്നു, ഹെഡ് മൂവ്മെന്റ് ആയിരുന്നു ഫൈറ്റില്. വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്. വെറുതെ പൊളിച്ച് ഇരി. എന്നിട്ടാണെങ്കിലാ ഹോഴ്സ് ഫൈറ്റ് ആണെങ്കിൽ ഇരി നമ്മുടെ അലക്സ് പെരേരയായിട്ട് തേർഡ് ഫൈറ്റും വിളിച്ചിട്ടുണ്ട്. അതെന്തായാലും കുറെ പേർക്കൊന്നും ആ ഫൈറ്റ് ശരിക്കും പറഞ്ഞാൽ കാണണമെന്നില്ല. ഇതിപ്പോ ഇരി എത്രയൊക്കെ കൈമുക്കി ഫൈറ്റ് ചെയ്താലും അവിടെ മറ്റേ കിക്ക് ബോക്സിങ്ങിന്റെ ദൈവമാണ് അവിടെ വന്നിരിക്കണത്. അപ്പൊ പിന്നെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇരിക്ക് അലക്സ് പെരേര 3 അത് ശരിക്കും ഇത്തിരി ശോകം ഫൈറ്റ് ആണ്. ഇനിയും അലക്സ് പെരേരയുടെ ഒപ്പം ഇരി അങ്ങനെയൊക്കെ ഫേസ് ചെയ്യണം. പിന്നെ കറക്റ്റായിട്ട് ആ ഫൈറ്റ് കഴിഞ്ഞപ്പോ തന്നെ മറ്റേ നമ്മുടെ UFC 313 മെയിൻ ഇവന്റ് ഞങ്ങൾ അനൗൺസ് ചെയ്തു. എന്താ പൊന്നോ, എല്ലാവരെയും വെയിറ്റ് ചെയ്ത സാധനം അലക്സ് പെരേര വേഴ്സസ് മഹമ്മദ് ആംഗലേവ്. ആ ഫൈറ്റ് ഉണ്ടല്ല വെറുതെ കലക്കും. അതാണെങ്കിൽ ഇപ്പൊ ഓട്സ് ഒക്കെ കാണുമ്പോ എന്താണ് ആംഗലേവാണ് ഫേവറേറ്റ്, സ്റ്റാർട്ടിങ് ഓട്സ് ആണ്. അതിപ്പോ ഓട്സ് മേക്കർ അങ്ങനെയൊക്കെ ഇട്ട് ഇനിയിപ്പോ കൂടുതൽ ആൾക്കാർ ബെറ്റ് ചെയ്ത് തുടങ്ങുമ്പോ ഇപ്പൊ അലക്സ് പെരേര ഫാൻസ് ഒക്കെ ഇനി പയ്യെ ബെറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും തിരിഞ്ഞു വരാനുള്ള ചാൻസേ ഉള്ളൂ. കുറച്ച് ദിവസം ആ ഫൈറ്റിനോട് അടുക്കുമ്പോഴേക്കും ഓട്സ് ഒക്കെ നേരെ തിരിഞ്ഞ് അലക്സ് പെരേരക്ക് ഫേവർ ആവുന്ന എനിക്ക് തോന്നുന്നത്. അതും ഇപ്പോഴാണെങ്കിൽ അവര് സോഷ്യൽ മീഡിയയില് മറ്റേ കിടില് ബാക്ക് ആൻഡ് ഫോർത്ത് എടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആംഗലേവ് ആണെങ്കിൽ റെസ്ലിംഗ് ഷൂസ് ഒക്കെ ഇട്ടിട്ടാണ് സ്റ്റോറി ഇട്ടത്. അപ്പൊ മറ്റേ മെസ്സേജ് പാസ് ചെയ്യണതായിരിക്കണം, മറ്റേ ഞാൻ റെസ്ലിംഗ് ചെയ്യുന്നുണ്ടെന്നുള്ള കാണിക്കാൻ വേണ്ടിയാ. എവിടാ അവിടെ അലക്സ് പെരേര ഇപ്പൊ മറ്റേ ഫൈറ്റിംഗ് നേഴ്സിന്റെ അവരുടെ ജിമ്മിൽ പോയിട്ട് അവിടെ പോയി ഗ്രാപ്പിൾ ചെയ്യണതിന്റെ വീഡിയോ ഒക്കെ എടുക്കണം. എന്നിട്ട് എന്താണ് പോർട്ടാൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കമന്റ് ഒക്കെ ഇടുന്നുണ്ട്. എന്താ കാണുന്നത് ഇപ്പൊ ഈ ആംഗലേവ് ശരിക്കും പറഞ്ഞ റെസ്ലർ അല്ല. റെസ്ലിംഗ് അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്ലിംഗ് ബേസ് ഉണ്ട്, ഗ്രെക്കോ റോമൻ റെസ്ലിംഗ് ബേസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് തോന്നുന്നു സ്ട്രൈക്കിംഗ് ഒക്കെ സെറ്റ് ചെയ്തത്. അപ്പൊ പുള്ളിക്ക് റെസ്ലിംഗ് ബേസ് ഉണ്ട്, പക്ഷെ ഒരിക്കലും പ്രൈമറി സ്കില്ലായിട്ട് പുള്ളി ഒരിക്കലും റെസ്ലിംഗ് ഉപയോഗിക്കില്ല. അതിപ്പോ അത്ര ഡേഞ്ചറിലാണ്. ഇപ്പൊ നമ്മള്
അത്യാവശ്യം നല്ലൊരു റെസ്ലിംഗ് ഹെവി പുള്ളിയുടെ ഫൈറ്റ് ആണത്, ആയിട്ടുള്ള ഫൈറ്റാണ്. അതുമാണെങ്കിലും ആ രണ്ട് കാലിട്ട് അടി കിട്ടി ഒരു കാലിട്ട് അടി കിട്ടി സ്റ്റാൻസ് സ്വിച്ച് ചെയ്തു, എന്നിട്ടും പിന്നെ മറ്റേ കാലിട്ട് അടി കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് പുള്ളി പോയി ടേക്ക് ഡൗൺ ചെയ്തത്. പിന്നെ ഗ്രൗണ്ടിൽ ഡോമിനേറ്റ് ചെയ്തുള്ളത്. പിന്നെ ഗ്രൗണ്ടിൽ സബ്മിഷൻ ഒന്നും പോയിരുന്നില്ല എന്ന് തോന്നുന്നു, പക്ഷെ എന്നാലും പൊസിഷൻസ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് ഗ്രൗണ്ട് അമൗണ്ട് ഒക്കെ കൊടുക്കാനൊക്കെ നോക്കി. ഡാനക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ഫൈറ്റ്, കാരണം ഇച്ചിരി ബോറിംഗ് എന്നൊക്കെ പറഞ്ഞ ടൈപ്പ് ഒരു ഫൈറ്റ് ആയിരുന്നു. അപ്പൊ എങ്കിലേ ഒരിക്കലും ഇങ്ങനെ പ്രൈമറി സ്കില്ലായിട്ട് റെസ്ലിംഗ് ഉപയോഗിക്കാത്തത് കാരണം അലക്സ് പെരേരയായിട്ടാണെങ്കിലും സ്റ്റാൻഡപ്പിൽ നിന്ന് ഇടിക്കോളൂ എന്നാ പറയണത്. അപ്പൊ എന്ത് സംഭവിക്കും നമുക്കൊരു പിടിയില്ല. കാരണം ഈരി കഴിഞ്ഞ ദിവസം ഫൈറ്റ് കഴിഞ്ഞിട്ട് ഈരിയാണെങ്കിൽ പറഞ്ഞൊരു സംഭവമുണ്ട്. എന്താണ്, ആംഗലേവ് പറയണത് സ്റ്റാൻഡപ്പിലാണ്, വാക്കിന് വില കൊടുക്കണ ഒരുത്തനാണെങ്കിൽ അതേപോലെ ചെയ്യുമെങ്കിൽ അലക്സ് ജയിക്കുന്ന പുള്ളി പറയണം. അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നണത്. ഈ ഞാനായിട്ട് അത്രയും ഡേഞ്ചർ ആയി കഴിഞ്ഞിട്ടാണ് റെസ്ലിംഗ് ഉപയോഗിച്ചത്. അലക്സ് പെരേരയായിട്ട് ആ ചാൻസ് എടുക്കാൻ പറ്റില്ല. കാരണം ഇടി കൊണ്ട് ഉറങ്ങി കഴിഞ്ഞിട്ടായിരിക്കും എണീറ്റ് വരുമ്പോഴേക്കും അയ്യോ റെസ്ലിംഗ് ഉപയോഗിക്കണമായിരുന്നല്ല ആ ഒരു മൂഡ് പിടിക്കാൻ പോകും. അപ്പോഴേക്കും അവളെ ചാമാന്ന് പറഞ്ഞ ബെൽറ്റ് പൊക്കി പിടിച്ചിട്ട് ഇപ്പുണ്ടോ. അപ്പൊ ആദ്യമേ തന്നെ റെസ്ലിംഗ് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാ കളി മാറും. എന്നിട്ട് ആ റെസ്ലിംഗ് അലക്സ് പെരേര എങ്ങാനും ഡിഫെൻഡ് ചെയ്ത എന്റെ അമ്മ, അപ്പൊ പിന്നെ മറ്റേ അൾട്ടിമേറ്റ് പ്ലോട്ട് ട്വിസ്റ്റ് ആവും. ആ ഫൈറ്റ് വെറുതെ പൊളിക്കും. നമ്മളെ എങ്കാനു സ്റ്റീപ്പായിട്ട് രണ്ടാമത്തെ ഫൈറ്റ് ചെയ്തപ്പോഴേക്കും ഇതുപോലെ ടേക്ക് ഡൗൺ ചെയ്യാൻ വന്നപ്പോഴേക്കും എങ്കാനു സ്റ്റഫ് ചെയ്ത് എന്നൊരു സീനുണ്ട്. അപ്പൊ തന്നെ DC എല്ലാവരൊക്കെ പറഞ്ഞു ഫൈറ്റ് ചെറുതായിട്ട് തീർന്നെന്ന് തോന്നണ്. ആ ഒരു മൊമെന്റ് പക്ഷെ അത്രയൊന്നും പെരേരക്ക് ചെയ്യാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരയുടെ സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ റെസ്ലിംഗ് എങ്ങാനും ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പെരേര നോക്കണ്ട. പക്ഷെ ആംഗലേവ് ബുദ്ധി ഉപയോഗിക്കണമെങ്കിൽ ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് ഫൈറ്റർ ആണെങ്കിൽ ആ കയ്യിലുള്ള ബാക്ക് പോക്കറ്റിലുള്ള റെസ്ലിംഗ് എടുത്ത് അങ്ങോട്ട് ഫ്രണ്ടിൽ ഇട്ടുക, ഫസ്റ്റ് റൗണ്ട് തൊട്ട് അങ്ങോട്ട് റെസ്ൽ ചെയ്ത് അങ്ങോട്ട് പൊളിക്കുക. എന്ത് പൊളിക്കോ 205 ബെൽറ്റും കൊണ്ട് വീട്ടിൽ പോവാ. പിന്നെ അങ്ങനെ അത് ചെയ്യണമാണ് കുറച്ചും കൂടി ബുദ്ധി. 313 ആണെങ്കിൽ 313യുടെ കോമേൻ ഇവന്റ് ഇപ്പൊ അനൗൺസ് ചെയ്ത് അങ്ങനെ അനൗൺസ് ചെയ്തു. ഡാൻ ഹുക്കർ കോമേൻ ഇവന്റ്, അതും ഒരു വാറായിരിക്കും. മറ്റേ നമ്മളെ കുറിയറും ഹുക്കറും തമ്മിൽ 5 റൗണ്ട് വാറുണ്ട്. 5 റൗണ്ട് അല്ലല്ലോ, ആ വാറിന്റെ ഒരു ലെവലിൽ ഹുക്കറിനെ കൊണ്ടുവരാൻ പറ്റുമായിരിക്കും. ജസ്റ്റിൻ ഗേജ് ഇപ്പൊ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണല്ലേ ഫൈറ്റ് ചെയ്യണം. മറ്റേ മാക്സ് ഹോളോവേയുടെ 300 കഴിഞ്ഞിട്ട് ജസ്റ്റിൻ ഗേജ് പിന്നെ ഫൈറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ എന്താകും ഇത് ജയിക്കണവർക്ക് ചിലപ്പോ ടൈറ്റിൽ ഷോട്ടും കിട്ടും. അതാണ് വേറെ വിറ്റ്. കാരണം അവിടെ ചാൾസ് ഒലിവേറ ആണെങ്കിൽ ഇപ്പൊ മാക്സ് ഹോളോവേനെ കോൾ ഔട്ട് ചെയ്തേക്കാണ്. എന്നിട്ട് മാക്സ് ഹോളോവേ ആണെങ്കിൽ പറയുകയും ചെയ്ത് നമുക്ക് ജൂണില് ഫൈറ്റ് ചെയ്താലാന്നുള്ളൊരു സീൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഫൈറ്റ് നടന്നു കഴിഞ്ഞാൽ ആ ഫൈറ്റ് ജൂണിലാണ്, ഈ ഫൈറ്റ് മാർച്ചിലാണ്. അപ്പൊ ഈ മാക്സ് ഹോളോവേ ചാൾസ് വിന്നറും പിന്നെ ജസ്റ്റിൻ ഗേജ് ഹുക്കർ വിന്നറും, ഇവർക്ക് രണ്ടുപേരിൽ ഒരാൾക്ക് ഇസ്ലാമായിട്ട് അടുത്ത ഫൈറ്റ് കിട്ടുമായിരിക്കും തോന്നുന്നത്. ഒന്നില്ലെങ്കിൽ ഇത് രണ്ടിലും ഒരാൾ, അല്ലെങ്കിൽ ഇവർ രണ്ടിലും പിന്നെ ഫൈറ്റ് ചെയ്ത് അത് നടക്കുമെന്നൊന്നുമില്ല. എനിക്കാണ് ഇവർ രണ്ടിലെ വിന്നറിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടുമായിരിക്കും. ഇപ്പൊ ആർമാനോടാണെങ്കിൽ ഇപ്പൊ ഡാന പറയുകയും ചെയ്തു ഇനി മോൻ 1-2 ഫൈറ്റൊക്കെ ജയിച്ചായിട്ട് വാ എന്നുള്ള ഒരു സീൻ പറഞ്ഞു. അതെന്തായാലും ആർമാന് ഡയറക്റ്റ് ടൈറ്റിൽ ഷോട്ട് ഒന്നും കൊടുക്കൂല. അതും അങ്ങനെ ഒരു ഇത് എന്താ അവസ്ഥ. ആർമാനായിട്ടുള്ള ഫൈറ്റ് നമുക്ക് ഇനിയിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിന് ലൈറ്റ് വെയിറ്റില് അർമാൻ അല്ലാണ്ട് വേറെ ആരായിട്ട് ഫൈറ്റ് ചെയ്താലും ആ ഒരു
ഇത് പൊളിക്കും. ആ ഒരു മൂഡ് വേറെ ഫൈറ്റ് ഇല്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇപ്പൊ പറഞ്ഞാലും ടോപ്പ് 5 ചാൾസ് ഒലിവേറ ഉണ്ട്, ഡസ്റ്റിൻ പൊറിയർ ഉണ്ട് ഇസ്ലാമിന്റെ റെസ്യൂമില്. അതല്ലാണ്ട് പിന്നെ ഇപ്പൊ ഗേറ്റ്സിയുടെ പേരും റെക്കോർഡിൽ വന്നു കഴിഞ്ഞാൽ ഒരു മൂടാണ്. കാരണം ഇത്രയും പേരെ തോപ്പിച്ചെന്ന് പറയാലോ. ഇപ്പൊ കുറെ പേര് പറയുന്നുണ്ട് ബോബി ഗെയിൻ, മറ്റവൻ ഇവൻ, അങ്ങനെയുള്ള വോൾക്കനോസ്കി 2 അപ്പൊ ഒരു കുറച്ചും കൂടി റെസ്യൂം ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി പറ്റിയ ടൈപ്പ് ഓഫ് ഫൈറ്റ് ആണ് ജസ്റ്റിൻ ഗേജ് ഒക്കെ ആയിട്ടുള്ള ഫൈറ്റ്. അപ്പൊ കറക്റ്റ് ഒരു പക്ക 155 പറഞ്ഞ റെസ്യൂമിൽ എടുത്ത് വെക്കാൻ പറ്റുമല്ല ഇസ്ലാം. അപ്പൊ ഇനി ആകെ എക്സൈറ്റിംഗ് ആയിട്ട് കുറച്ച് ഫൈറ്റ്സ് മാത്രമേ ഉള്ളൂ ഇസ്ലാം. പിന്നെ വേറെ അല്ലെങ്കിൽ പിന്നെ ഇലിയ താഴേന്ന് തന്നെ. ഇലിയ താഴേന്നാണെങ്കിൽ അവിടെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, വാ 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 എന്ന് പറഞ്ഞുകൊണ്ട്. ഇതാണ് നമുക്ക് വെയിറ്റ് ചെയ്യാന്ന്. അപ്പൊ അതാണെങ്കിൽ ഒരു ബിഗ് ഫൈറ്റും ആവാനുള്ള ചാൻസ് ഉണ്ട്. ആവാൻ ചാൻസ് അല്ല, ഇപ്പോഴേ ബിൽഡപ്പ് ഒക്കെ നോക്കുമ്പോ തന്നെ ഇപ്പൊ അതൊരു ബിഗ് ഫൈറ്റ് ആണ്. പിന്നെ ഇസ്ലാമും വെൽട്ടറിയിലോട്ട് പോണം. അതാണ് ഈ ഇസ്ലാമിന് അടുത്ത് ചെയ്യാൻ പറ്റുക. ദൂടിന് തന്നെ അറിയില്ല, ദൂട് തന്നെ പറയാനുണ്ട്. എനിക്കറിയാൻ പാടില്ല എങ്ങനെയാണെന്ന്, പക്ഷെ എങ്ങനെയെങ്കിലൊക്കെ എനിക്ക് 2 വെട്ടി കൊണ്ട് പോവാം ഈ സ്പോട്ടിൽ നിന്ന്. അതാണ് പുള്ളി പറയണത്. പിന്നെന്താണ്, പിന്നെ 3-1 വേറെ ഒരു കിടിലൻ ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മുടെ റെയ്നർ ഡി റിഡറിന്റെ ഫൈറ്റ്. റെയ്നർ ഡി റിഡർ ഇങ്ങനെ വാക്കുട്ടിയത് വന്നപ്പോ തന്നെ നമ്മളെ സ്റ്റാറ്റ് എഴുതി കാണിക്കില്ല. അപ്പൊ തന്നെ അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് 12 സബ്മിഷൻ എന്ന് പറഞ്ഞു. ഡൂഡ് നൈസായിട്ട് കെവിൻ ഹോളണ്ടിനെ ഫസ്റ്റ് റൗണ്ട് ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ ടേക്ക് ഡൗൺ ചെയ്ത് നിലത്തിട്ട് നേരെ തല ഹണ്ട് ചെയ്ത് ആ ചോക്കങ്ങട് കിട്ടി, സബ്മിറ്റ് ചെയ്ത്. എന്നിട്ട് 13 സബ്മിഷൻ ആയിട്ടുണ്ട്. പക്ഷെ ഈ റെയ്നർ ഡി റിഡറിന്റെ ഒരു ചെറിയ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രായമുണ്ട്, 34 വയസ്സുണ്ട്. അപ്പൊ അതെന്തോരം അറിയാൻ പാടില്ല, അതെന്തോരം ഇതാവും. കാരണം ഇപ്പൊ അലക്സ് പെരേരയൊക്കെ 30 ആ ഒരു റേഞ്ച് പ്രായത്തിലാണ് വന്നത്, യൂസിലോട്ട് വന്നത്. പക്ഷെ എന്നാലും ഇവൻ ആ ഒരു അത്രയും ഒരു സ്പീഡ് ട്രാക്ക് ചെയ്ത് ടൈറ്റിൽ ഷോട്ടിലോട്ടൊന്നും എത്തുമെന്ന് അറിയില്ല. ഇനിയിപ്പോ ഒരു അത്യാവശ്യം ഒരു റെസ്ലറിനെ കൊടുത്തു കഴിഞ്ഞാൽ നൈസായിരിക്കും. ഇപ്പൊ വേണമെങ്കിൽ മിഡിൽ വെയിറ്റിലെ മാർവിൻ വെട്ടൂറി അത്യാവശ്യം ടേക്ക് ഡൗൺ ഡിഫൻസ് ഒക്കെ ഉണ്ട്. പിന്നെ മാർവിൻ വെട്ടൂറി ഒക്കെ ആയിട്ടൊരു ഫൈറ്റ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നും അറിയാൻ പറ്റും, ഇവൻ എളുപ്പത്തിൽ ടേക്ക് ഡൗൺ ചെയ്ത് സബ്മിറ്റ് ചെയ്യോ എന്നൊന്നും. ഇപ്പൊ മാർവിൻ വെട്ടൂറി ഒക്കെ ആണെങ്കിൽ ഒന്ന് ഡിഫെൻഡ് ചെയ്യാനൊക്കെ നോക്കുകയും. അപ്പൊ ഒരു ഇത്തിരിയും കൂടി ഒരു റെസ്ലിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളെ ഈ നമ്മളെ റെയ്നർ ഡി റിഡർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എന്തോരം പോകും, റെയ്നർ ഡി റിഡർ പോകുമില്ല. ഇപ്പോഴുള്ളവനൊക്കെ മറ്റേ നീർഷാട്ടിനെ സബ്മിറ്റ് ചെയ്ത്, ഇപ്പൊ കെവിൻ ഹോളിനെ സബ്മിറ്റ് ചെയ്ത്, അത് ഇപ്പൊ 2ാമത്തെ ഫൈറ്റ്. കെവിൻ ഹോളിനെ സബ്മിറ്റ് ചെയ്തപ്പോ തന്നെ അത്യാവശ്യം എല്ലാവരും ഒന്ന് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. കെവിൻ ഹോളണ്ട് അത്യാവശ്യം ബിഗ് നെയിമാണ്. കെവിൻ ഹോളണ്ടിന്റെ കാര്യം പറയുമ്പോഴാണ്, കെവിൻ ഹോളണ്ടിന്റെ റെക്കോർഡ് ഇപ്പൊ എന്താണെന്നറിയോ, 26-13, 50% ആണ് റെക്കോർഡിങ് അങ്ങാടിങ്ങാടും പോയത്. കെവിൻ ഹോളണ്ടിന് ഇനിയിപ്പൊ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കട്ടൊന്നും ചെയ്യൂല കെവിൻ ഹോളണ്ടിന്. കാരണം കെവിൻ ഹോളണ്ട് അത്യാവശ്യം ബിഗ് നെയിമാണ് USA-ലൊക്കെ. അപ്പൊ USA-ലൊക്കെ എന്തെങ്കിലും ഫൈറ്റ് ഉണ്ടെങ്കിൽ അത്യാവശ്യം സെല്ല് ചെയ്ത് പോകാൻ കെവിൻ ഹോളണ്ടിനെ കൊണ്ടൊക്കെ പറ്റും, അത്യാവശ്യം നല്ലൊരു പേരായതുകൊണ്ട്. അപ്പൊ കെവിൻ ഹോളണ്ടും അത്യാവശ്യം സെറ്റാണ്. പിന്നെ ഇത് ഫൈറ്റ് ആയിരുന്നുണ്ടായിരുന്നു, പിന്നെ ഒരു അൺഡിഫീറ്റഡ് ഫൈറ്റർ തോറ്റു, നമ്മുടെ പെയ്റ്റൺ ടാൽബർട്ട്. 10-0 ആക്കാൻ വേണ്ടി വന്നതാണ് 311. ചെറുതായിട്ട് ഒരു ബ്രസീലിയൻ റെസ്ലർ വന്നിട്ട് കിട്ടില്ല റെസ്ലിംഗ് എക്സ്ചേഞ്ച് ഒക്കെ കൊടുത്ത് ഒന്നും ചെയ്യാൻ സമ്മതിച്ചില്ല മറ്റേ പെയ്റ്റൺ ടാൽബർട്ടിനെ. നൈസായിട്ട് 3 റൗണ്ടും കൊണ്ടുപോയി റയോണി ബാർസലോസ്. അപ്പൊ അൺഡിഫീറ്റഡ് പ്രോസ്പെക്ട് 9-1 ആയി പിറക്കും. പിന്നെ ആരായിരുന്നു, പിന്നെ നമ്മുടെ ടഗീറിന്റെ ഫൈറ്റ് നൈസായിരുന്നു കേട്ടാ. ടഗീർ എന്ന് പറഞ്ഞാൽ നമ്മളെ
ഫസ്റ്റ് ഏർലി പ്രിലിംസിലെ ഫസ്റ്റ് ഫൈറ്റ് കബീബിന്റെ ഒക്കെ ക്യാമ്പിലുള്ള ഒരുത്തനാണ് ടഗീർ. ടഗീറിന്റെ കഥ എന്ന് പറഞ്ഞ ടഗീറിന്റെ ഒരു കഥയുണ്ട് കേട്ടാ. ടഗീറിന്റെ അമ്മയും എന്തോ വെജിറ്റബിൾ ബിസിനസ് എന്തോ ആയിരുന്നു ഡാഗിസ്ഥാനില്. അപ്പൊ ഇവര് ഡൂഡിന്റെ ചെറുപ്പത്തില് കൈ എന്തോ ഇഞ്ചുറി ആയി, എന്തോ പറ്റി, എന്തോ ആക്സിഡന്റ് എന്തോ സംഭവിച്ചത്. അപ്പൊ ഈ അബ്ദുൽ മനാഫ് ഉണ്ടല്ലോ, അബ്ദുൽ മനാഫിന്റെ അടുത്ത് ടഗീറിന്റെ അമ്മ ടഗീറിനെ കൊണ്ട് ഒരു റിഹാബ് എന്നുള്ള രീതിയിൽ, ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ എന്തോ കൊണ്ടുപോയതാണ്. അപ്പം അബ്ദുൽ മനാഫ് ആ ഏരിയയിലെ ഒരു അത്യാവശ്യം ഒരു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഒരാളായിരുന്നു. അങ്ങനെ വന്നിട്ടാണ് ടഗീർ ഇവരുടെ ജിമ്മി കയറി ഇവരുടെ ഒപ്പം ഫൈറ്റിംഗ് ഒക്കെ പഠിച്ച് ഇവരുടെ ക്യാമ്പിലായി, ഇപ്പൊ അവരുടെ ബ്രദറായി കൂടെ കൂടിയത്. ടഗീർ എന്നിട്ട് ടഗീറിന് അത്യാവശ്യം ടഫ് ഫൈറ്റാണ് കിട്ടിയത്. ടഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റവൻ ഒരു ജിജിത്സു ചാമ്പായിരുന്നു, ക്ലൈറ്റൻ കാർപ്പന്റർ എന്ന്. എന്നിട്ട് അവനാണെങ്കിൽ നല്ലൊരു ഫൈറ്റ് കൊടുത്ത് ടഗീർ പക്ഷെ ജയിച്ചട്ടാ. 3 റൗണ്ടും നല്ല ക്ലോസ് റൗണ്ട്സ് ആയിരുന്നു, ആർക്ക് വേണേലും കൊടുക്കാം. പക്ഷെ അത്യാവശ്യം നല്ലൊരു എഡ്ജ് ടഗീറിന് ഉണ്ട്, അങ്ങനത്തെ റൗണ്ട്സ് ആയിരുന്നു. എന്നിട്ട് എന്താണ്, ജയിച്ചു കഴിഞ്ഞിട്ട് നൈസായിട്ട് നമ്മുടെ ചാമ്പ് അലക്സാണ്ടർ പഞ്ചോനെ കോൾ ഔട്ടും ചെയ്തു. അപ്പൊ ഒരു പഞ്ചോജനെ കോൾ ഔട്ട് ചെയ്യണ്ടായിരുന്നു. എന്നാലും ഇവന്മാർക്ക് ഇനിയിപ്പോ ആരോണെങ്കിലും കോൾ ഔട്ട് ചെയ്യും. ഞാൻ കോൾ ഔട്ട് ചെയ്ത് പയ്യെ നോട്ടീസ് ചെയ്ത് കിട്ടും, ടഗീറിനൊക്കെ കിട്ടുമായിരിക്കും വൈകാണ്ട്. ടൈറ്റിൽ ഷോട്ട് കിട്ടിയില്ലെങ്കിലും അടുത്തതൊരു ടോപ്പ് 5 അടുത്തുള്ള ഒരു ആരെങ്കിലും ഒക്കെ ആയിട്ട് ഫൈറ്റ് കിട്ടുമായിരിക്കും ടഗീർ. അപ്പൊ ആ ഒരു ഫൈറ്റ് നൈസായിരുന്നു. പിന്നെ ഇതിപ്പോ ഞാൻ സാറ്റർഡേ ആണ് ഇപ്പൊ എടുക്കണം അക്കൗണ്ട്. ഇന്നൊരു ഫൈറ്റ് ഉണ്ട്, നമ്മുടെ ഡാഗിസ്ഥാനി, നമ്മുടെ ഉമ്മാറിന്റെ അനിയൻ ഉസ്മാൻ എന്ന് പറഞ്ഞോക്കാൻ കേട്ടോ. ഉസ്മാൻ ഒരു ഐറിഷ്, ഈ ഐറിഷിന്റെ ഡാഗിസ്ഥാനി ഐറിഷ് കമ്പാരിസൺ വരെ നടന്നത് ഈ ഒരു ഫൈറ്റ് കാരണമാണ്. ഈ ഫൈറ്റ് ആണെങ്കിൽ PFL ഇത് പ്രൊമോട്ട് ചെയ്യണത് ഡാഗിസ്ഥാൻ വേഴ്സസ് അയർലൻഡ് 2 എന്ന് പറഞ്ഞാണ് പ്രൊമോട്ട് ചെയ്യണത്. അപ്പൊ ഈ ഫൈറ്റ് ഇപ്പൊ ആൾക്കാര് വീഡിയോ ഒക്കെ കാണുമ്പോഴേക്കും ഈ ഫൈറ്റ് കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ എന്നാലും ഈ ഫൈറ്റ് എന്ന് പറഞ്ഞാലല്ല, നമ്മളെ ഉസ്മാൻ അൺഡിഫീറ്റഡ് ആണ്, പ്രായവും കുറവാണ് ഉസ്മാന്റെ കഴിഞ്ഞ ഫൈറ്റ് ഞാൻ ആകെ ഉസ്മാന്റെ ഒരു ഫൈറ്റ് അത്ര ലൈവ് കണ്ടിട്ടു. അത് കഴിഞ്ഞ ഫൈറ്റ് അലക്സ് ഷാബിലി മുമ്പായിട്ടുള്ള ഫൈറ്റ്. അപ്പൊ ആ ഫൈറ്റ് കാണുമ്പോഴാണെങ്കിൽ നമുക്ക് ആ ഫൈറ്റ് പക്ഷെ എത്ര എത്തി ബോറിംഗ് ആയിരുന്നു. 5 റൗണ്ട് ഫൈറ്റ് മറ്റവനൊരു കൗണ്ടർ സ്ട്രൈക്കറിനെ പോലെ ആയിരുന്നു. അപ്പൊ അവന് മഞ്ഞുണ്ടായില്ല. ഇവനാണെങ്കിൽ പുറത്ത് നിന്ന് കുറെ കൊടുത്ത് കുറച്ച് ഗ്രാപ്പിൾ ചെയ്യാനൊക്കെ നോക്കി. ഉസ്മാനാണെങ്കിൽ നൈസാണ് കേട്ടോ. കഴിഞ്ഞാൽ സ്റ്റാൻഡ്സ് ഒക്കെ വെറുതെ ഇങ്ങനെ സിൽക്കി സ്മൂത്ത് ആയിട്ടൊക്കെ സ്വിച്ച് ചെയ്യും, ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് സിമ്പിൾ ആയിട്ട് സ്വിച്ച് ചെയ്യാണ്. എല്ലാ കാലും മറ്റേ 2 കാലിനും എറിയും, സിമ്പിൾ ആയിട്ട് കിക്ക് എറിയും. പോസ്റ്റിമാർക്ക് ബെൻസൺ ഹെർണാണ്ടസ് ആയിട്ടുള്ള ഒരു കിക്ക് ഉണ്ട്, പോസ്റ്റിമാർക്ക് കിക്ക്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും റീപ്ലേ, എല്ലാരും ആ റീപ്ലേനെ വെറുതെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. കാരണം ആ കിക്ക് ഇവരൊക്കെ ഇടിലേം കിക്കാണ്. ആ കിക്ക് എറിയുമ്പോ ഒരു സംഭവമുണ്ട്, എറിഞ്ഞ് കഴിഞ്ഞ് ഉസ്മാൻ ഓഫ് ബാലൻസിൽ നിലത്ത് വീഴും. അപ്പൊ മറ്റവൻ ഇങ്ങനെ വീണ് മഞ്ഞേ ഉള്ളു. അവൻ നിലത്തെത്തുന്നതിന് മുമ്പ് ഉസ്മാൻ നിലത്തുനിന്ന് എണീറ്റൊന്നുണ്ടാവും. അപ്പൊ ഇതിന് അത്ലറ്റിക് എന്നൊക്കെ പറഞ്ഞാൽ കിടിലൻ അത്ലറ്റിക്കാണ്. മറ്റേ പോൾ ഹ്യൂസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പോൾ ഹ്യൂസ് കഴിഞ്ഞ ഫൈറ്റ് മറ്റേ റനാൻ ഫെരേര ഫ്രാൻസിസ് എങ്കാനുവിന്റെ PFL ഫൈറ്റ് ഉണ്ടായല്ല, ആ ഫൈറ്റ് അന്നാണ് പോൾ ഹ്യൂസിനെ പേരൊന്ന് കണ്ടത്. പോൾ ഹ്യൂസിന്റെ പേര് കണ്ടത് അന്നാണ്. അന്നത്തെ ഫൈറ്റ് ഞാൻ പിന്നെ റീവാച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത്, ഇവനൊരു സ്റ്റാൻഡപ്പ് ഫൈറ്ററാണ്, പക്കാ ഒരു സ്റ്റാൻഡപ്പ് ഫൈറ്റർ. അത്യാവശ്യം കുറെ ഫെയിൻറ് ചെയ്യും, നല്ല ഒരു നോക്കൗട്ട് പവറൊക്കെ ഉള്ള ഒരു ടൈപ്പ് ഒരു ഫൈറ്ററാണ്. നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു ജാക്ഡോ ലുക്കും. പിന്നെ അന്നൊരു AJ മെക്കി ആയിട്ടായിരുന്നു ഫൈറ്റ്. പക്ഷെ AJ മെക്കി ഫെദർ വെയിറ്റിന് ലൈറ്റ് വെയിറ്റിലോട്ട് വന്നവനാണ്. അപ്പൊ
അപ്പൊ അത്രയും ബിൽഡ് ഇല്ലാത്ത ഒരാള് ഇവനെ ടേക്ക് ഡൗൺ ചെയ്യാൻ നോക്കിയപ്പോഴേക്കും ഇവൻ അത്യാവശ്യം നല്ലോണം ഡിഫെൻഡ് ചെയ്തു പോലീസ്. പക്ഷേ ഉസ്മാനൊക്കെ എടുത്ത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് തോന്നണില്ല. ഉസ്മാൻ എല്ലാവരും ഈ ഫൈറ്റ് മിക്കവരും ഈ ഫൈറ്റ് കാണുന്നത് ഉസ്മാൻ ഇങ്ങനെ പോലീസിനെ ഫിനിഷ് ചെയ്യും എന്നുള്ള രീതിയിലാണ് ഈ കാണാൻ പോകുന്നത്. ഒന്ന് ഉസ്മാൻ ചിലപ്പോ കുറച്ചാളൊക്കെ കഴിയുമ്പോഴേക്കും വരുമായിരിക്കും കേട്ടോ, നമ്മുടെ യൂസിലോട്ട് വരുമായിരിക്കും. ഇവരുടെ ഒരു പ്ലാൻ എന്നൊക്കെ പറഞ്ഞാൽ ഇവര് മറ്റേ റിലേ കളിക്കാണല്ലോ. ഹബീബ് ബാറ്റൺ കൊടുത്ത് ഇസ്ലാമിന് കൊടുത്തു പോയി. ഇനിയിപ്പോ ഇസ്ലാം ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുകയാണ് യുഎസ്. ഇനിയിപ്പൊ ഇസ്ലാം ഓടി തീർന്നു കഴിയുമ്പോഴേക്കും അടുത്ത ഇപ്പൊ ഉസ്മാന് ബാറ്റൺ കൊടുക്കും. എന്നിട്ട് ഇനി ഉസ്മാനോട് അത് ഇവന്മാര് മറ്റേ റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്താ പറയാ, ഈ രാജസ്ഥാൻ അയർലൻഡ് കമ്പാരിസൺ ഒന്നും നടക്കുകയില്ല. കാരണം അയർലൻഡിൽ നിന്ന് കോണർ ഉണ്ട്, ഇയങ്കാരി ഉണ്ട്, പിന്നെ ആരാണ്, പിന്നെ MMA അത്ര ബിഗ് നെയിംസ് അങ്ങനെ പറയാൻ അത്ര പേരൊന്നും ഇല്ല അയർലൻഡിൽ നിന്ന്. ഇവിടെയാണെങ്കിൽ ഇവന്മാര് ഹൈപ്പ് ഉണ്ടല്ലോ. ഈ മുർമുഖമ്മദോ ഫാമിലി എന്ന് കഴിഞ്ഞാൽ ആ പേര് വെച്ചത് തന്നെ ഒരു ഹൈപ്പ് ഉണ്ട്. ഇതിപ്പോ എത്രയൊക്കെ നമ്മള് ഹൈപ്പില് പോണില്ല എന്ന് പറഞ്ഞാലും ആ ഹൈപ്പ് ഒരു ഹൈപ്പ് തന്നെയാണ്. കാരണം അങ്ങനെ ഒരു പേരുള്ളപ്പോ നമ്മളൊന്ന് നോട്ടീസ് ചെയ്യും. വെറുതെ ആണെങ്കിൽ നോക്കിപ്പോവും ആരാണിത് എന്ന രീതിയിൽ നമ്മൾ നോക്കിപ്പോവും. അങ്ങനത്തെ ഒരു ഇമ്പാക്ട് ആ പേരിന് കൊടുക്കാൻ പറ്റുക, അത് സമ്മതിച്ചു കൊടുക്കാണ്ടിരിക്കാൻ പറ്റൂല. അപ്പൊ ഇവന്റെ ഹൈലി ഇപ്പൊ ഹബീബിന്റെ ക്യാമ്പിലുള്ള ആൾക്കാരാണെങ്കിലും പറയണത് ഉസ്മാൻ ഇവരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ള ഒരാളെന്നാ പറയണത്. അപ്പൊ വെറുതെ പറയായിരിക്കൂല. പിന്നെ വേറൊരു സാധനം കൂടി കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇവൻ അത്ര ഡിസിപ്ലിൻഡ് അല്ല. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഫേസ് ഓഫ് ഉണ്ടായപ്പോ പോലും ഇവനൊരു ഈവൽ സൈഡ് ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി ഇപ്പൊ. കാരണം വണ്ടിട്ട് ഇടിക്കാന്നുള്ള രീതിയിൽ വരെ എത്തി. വെറുതെ തമാശക്കും വെറുതെ ഷോന് വേണ്ടിയാണ് പറയണെങ്കിലും വേറെ ആരും ഇങ്ങനെ പറയണമെന്ന് നമ്മൾ കേട്ടിട്ടില്ല ഇവന്മാരുടെ ആ ഒരു ഏരിയന്ന്. അവന്റെ സ്കില്ല് അത്ര കോൺഫിഡൻസും ചെറിയൊരു അരഗൻസ് ഒക്കെ ഉണ്ട്. ആ സ്കില്ലിന്റെ ആ ഒരു കോൺഫിഡൻസിൽ വന്നൊരു അരഗൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വേറെ ഇതില് ചാനൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവന് നല്ലൊരു ലെവലിൽ എത്താൻ പറ്റും. ഇവനിപ്പോ ഇംഗ്ലീഷ് ആണെങ്കിൽ പഠിച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഇവന്മാരെല്ലാവരും ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. കാരണം മാർക്കറ്റിങ് ഇപ്പൊ അടുത്ത ഓരോ എറയിലും ഇവന്മാര് മാർക്കറ്റ് ചെയ്യണ രീതി ഡിഫറെന്റ് ആണ്. കാരണം ട്രാഷ് ടോക്ക് ഒക്കെ നൈസായിട്ട് ട്രാഷ് ടോക്ക് ചെയ്യാൻ പറ്റുമോ? ഉസ്മാൻ സെറ്റാണ്. പിന്നെ വേറൊരു ഫൈറ്റും കൂടെ എടുക്കാൻ പോകുന്നുണ്ട്. നമ്മുടെ കോണർ മക്രഗർ ഇപ്പൊ ഷെയറുള്ള ബേർനക്കിള് മെയിൻ ഇവന്റ് നമ്മുടെ എഡി ആൽവറസും ജെറമി സ്റ്റീവൻസ്. അതാണെങ്കിൽ എഡി ആൽവറസിനെ തോപ്പിച്ചിട്ടാണ് കോണർ ഡബിൾ ചാമ്പ് ആയത്. 155 ചാമ്പ് ആയിരുന്നു എഡി ആൽവറസ് UFC ആയിട്ടെങ്കിൽ. എന്നിട്ട് എഡി ആൽവറസിനെ തോപ്പിച്ചിട്ടാണ് കോണർ ചാമ്പ് ആയത്. ജെറമി സ്റ്റീവൻസ് ആണെങ്കിൽ മറ്റേ ഹൂ ദ ഫക്ക് ഈസ് ദാറ്റ് ഗൈ, ആ ഡൂഡാണ് ജെറമി സ്റ്റീവൻസ്. അപ്പൊ ബേർനക്കിള് കോണറാണെങ്കിൽ ഒരു സ്പീച്ച് ഒക്കെ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം. മറ്റേ ഇൻസ്പിറേഷണൽ ടൈപ്പ് ഒരു സ്പീച്ച്. ഇൻസ്പിറേഷണൽ എന്നല്ല, ഒരു ഹൈപ്പ് ചെയ്യണ സ്പീച്ച്. ഡൂഡ് മറ്റേ പവറായിട്ട് വന്നത് എങ്ങനെയാണ്, മറ്റേ ഫുൾ പവറായിട്ട് വന്നിട്ട് ചാടിത്തുള്ളി സംസാരിക്കേണ്ടതാണ്. നൈസായിരുന്നു. അപ്പൊ ആ ഫൈറ്റ് അതൊക്കെ മിക്കവാറും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴായിരിക്കും എല്ലാവരും അറിയാൻ പോണം. അങ്ങനെ ഒരു ഫൈറ്റും നടക്കുന്നുണ്ട് ഈ സാറ്റർഡേ രാത്രി. അപ്പൊ ഇനിയിപ്പൊ ഇത്രയും നേരം കാര്യങ്ങളൊക്കെ കണ്ടാവോ? കണ്ടെങ്കിൽ കണ്ടില്ലെങ്കിൽ കണ്ടില്ല. ഇപ്പൊ അടുത്ത വീഡിയോയില് നമ്മുടെ ഡൂഡ് കെവിൻ ബ്രോനെ നമ്മളെ അടുത്ത വീഡിയോയിൽ എങ്ങനെയെങ്കിലൊക്കെ വരുത്തിക്കാം. എവിടെന്നെങ്കിലുമൊക്കെ സമയം കണ്ടുപിടിച്ച് സൈഡിൽ കൊണ്ടു നിർത്താം. അല്ലാണ്ട് ഒറ്റക്ക് പറയണെങ്കിൽ ഇതിപ്പോ ഇത്രയും നേരം കണ്ടാൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇത്രയും മൊത്തം കണ്ടെന്ന് അങ്ങനെ പറഞ്ഞൊരു കമന്റ് ഇടും. അപ്പൊ എനിക്ക് അറിയാൻ പറ്റൂല.
ഇവൻ മൊത്തം കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും ഒരു സാധനം എന്തെങ്കിലും ഒരു സാധനം വെറൈറ്റി ആയിട്ട് നിങ്ങൾ കമന്റ് ഇട്, മൊത്തം കണ്ടെന്നുള്ള കാണിക്കാൻ വേണ്ടിട്ട്. അറിയട്ടെ ആരെങ്കിലും ഒക്കെ മൊത്തം കണ്ടായില്ലേ, വെറുതെ വായിട്ടടിക്കുന്നത് പോലെ ആവോ, ആരെങ്കിലും കാണുന്നുണ്ടാവോ. അപ്പൊ നോക്കി ബൈ ബൈ. അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ്. ഇതിപ്പോ പറ്റുമെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് ഇപ്പൊ തന്നെ ഇറക്കാൻ നോക്കാം. പക്ഷെ ഇത് ഇപ്പൊ സാറ്റർഡേ, എനിക്കാണെങ്കിൽ ഒന്ന് പുറത്തോട്ടും പോകണം. നോക്കട്ടെ എന്താ നടക്കാൻ. എഡിറ്റ് ചെയ്യാനൊന്നുമില്ല, വേദന ഇത്തിരി നിൽക്കട്ടാ പോലെ. അപ്പൊ ഓക്കെ. അപ്പൊ പിന്നെ ഇഷ്യൂ ഇത് ആദ്യമേ പറയണമെന്നുണ്ടായിരുന്നു. നമ്മളെ വേറൊരു ഫെല്ലോ യൂട്യൂബറും കൂടി എന്നേ മലയാളത്തിലോട്ട് കയറിയിട്ടുണ്ടോ, റെയിനി എന്നേന്നിട്ട് കൂടെ. ഇതിപ്പോ നമ്മൾ ഈ വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞു. ഇനിയിപ്പോ നമുക്ക് അടുത്ത വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴെങ്കിലും ഒക്കെ പറയാം. അപ്പൊ കുറച്ചു നേരം കൂടി ഒന്ന് അറിയട്ടെ. ഇപ്പൊ ഇത്രയും നേരം കണ്ടവർ നൈസ് ആയിട്ടൊന്ന് പോയി നോക്കിയേക്ക്. റെയിനി എന്ന് പറഞ്ഞ ഒരു ഏജന്റ് കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ കൂടെ കമന്റ് ഇട്ടായിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു ആളെ ഉണ്ടെന്ന്. അപ്പൊ പുള്ളിയുടെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് സ്റ്റാർട്ടിങ് പുള്ളിയുടെ വീഡിയോയിൽ നമുക്ക് പുള്ളിനെ നമുക്ക് കൊണ്ടുവരാന്ന് വിചാരിക്കും. പക്ഷെ പുള്ളിയുടെ ഫേസ് ഒന്നും കാണിക്കാണ്ടാണ് പുള്ളി വീഡിയോ ഇടുന്നത്. അപ്പൊ അത് എങ്ങനെ ചെയ്യണം നോക്കണം. ഓക്കെ ടീക്കെ ബൈ.